ശ്രീറാം ഫിനാൻസ് തട്ടിപ്പ് മൂലം വയനാട്ടിൽ വായ്പയെടുക്കാത്ത യുവാവിന് 29 ലക്ഷം രൂപയുടെ തിരിച്ചടവ് ബാധ്യത. നെല്ലിയമ്പം സ്വദേശി സജീറിനാണ് 9 ലോണുകളിലായി 29 ലക്ഷം രൂപ തിരിച്ചടവ് ബാധ്യതയായി വന്നത്. 20ഓളം പരാതികൾ ലഭിച്ചിട്ടും പോലീസ് ഇതുവരെ FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടില്ല. സോഫ്റ്റ്വെയറിലെ സാങ്കേതിക തകരാറാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ശ്രീറാം ഫിനാൻസ് അധികൃതരുടെ വിശദീകരണം. ദീപക് മോഹൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, പരാതികളുടെ ഒഴുക്കാണ്. പക്ഷെ ഇപ്പോഴും ഞെട്ടിക്കുന്ന ഒരു കാര്യം, ഇത്രയും ആളുകൾ, അതിൽ ഒരുപാട് പേർ സാധാരണക്കാരാണ്, തൊഴിലാളികളാണ്. എന്നിട്ടും ഇങ്ങനെ പരാതി ഉയർന്നിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടികളിലേക്ക് നീങ്ങുന്നതിലുണ്ടാകുന്ന വേഗതക്കുറവ്, അതാണ് നമ്മൾ ഞെട്ടലോടുകൂടി നോക്കുന്നത്. അതെന്താ, വലിയൊരു കമ്പനിയായാൽ ഈ നാട്ടിലെ സാധാരണക്കാരുടെ പരാതിയിൽ ഒരു അന്വേഷണം ഉണ്ടാവില്ലേ എന്നുള്ള ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തായിരുന്നു ഇവരുടെ തട്ടിപ്പിന്റെ രീതി? ഇപ്പോൾ എത്രത്തോളം പരാതികൾ ലഭിച്ചിട്ടുണ്ട്? ആ പരാതികളുടെ ഗൗരവം എന്താണ് ദീപക്? റോഷ്നി, അതായത് ശ്രീറാം ഫിനാൻസിൽ വയനാട്ടിലെ പല ബ്രാഞ്ചുകളിൽ നിന്നും ഇത്തരത്തിൽ ഇടപാടുകാരിൽ പലരും, അതായത് നേരത്തെ വാഹനങ്ങളുടെ വായ്പയൊക്കെ എടുത്ത് ആ അടവ് ക്ലോസ് ചെയ്ത പല ആളുകൾക്കും ലക്ഷങ്ങളുടെ ബാധ്യത, തിരിച്ചടവ്, കടബാധ്യത ഉള്ള രീതിയിലുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതിനെ തുടർന്നാണ് പലരും പല ബ്രാഞ്ചുകളെയും സമീപിച്ചത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ ശ്രീറാം ഫിനാൻസ് അധികൃതർ പറഞ്ഞത് അതൊരു ടെക്നിക്കൽ ഇറർ, സാങ്കേതിക തകരാറാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ കൂടുതൽ ആളുകൾ പിന്നീട് ഇത്തരത്തിലുള്ള ആരോപണവുമായി രംഗത്തെത്തി. അതിൽ പ്രകാരം മാനന്തവാടിയിലും പനമരത്തും സുൽത്താൻ ബത്തേരിയിലും അമ്പലവയലും കൽപ്പറ്റയിലും ഒക്കെ നിരവധി ആളുകൾ ശ്രീറാം ഫിനാൻസിൽ ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പലരും ഇടപാടുകാരാണ് എന്നുള്ളതാണ്. എന്നാൽ ഇടപാടുകാരല്ലാത്ത ഒരാൾക്ക് ജാമ്യമായി നിന്ന ആളുകളൊക്കെ, ലോണുകൾ എടുക്കുന്ന സമയത്ത് ജാമ്യമായി നിന്ന ആളുകളുടെ പേരിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ശ്രീറാം ഫിനാൻസിന്റെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് നെല്ലിമം സ്വദേശിയായിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവറായ സജീറിന് 2024 ഒരു ലോൺ ഉണ്ടായിരുന്നു. ആ ലോണ് 1.5 ലക്ഷത്തിലധികം രൂപ കൊടുത്ത് ലോണ് അടച്ച് ക്ലോസ് ചെയ്തതാണ്. പക്ഷേ ഈയിടെയായി ശ്രീറാം ഫിനാൻസിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് പുറത്തു വന്നതിനെ തുടർന്ന് സജീർ കൂടുതൽ പരിശോധന നടത്തി. ആ സമയത്ത് ബാങ്കിൽ സിബിൽ സ്കോർ കുറഞ്ഞതിനെ തുടർന്നാണ് സജീർ കൂടുതൽ വിശദമായ പരിശോധന നടത്തിയ സമയത്താണ് ശ്രീറാം ഫിനാൻസിൽ 6 ലോണുകളിലായി 29 ലക്ഷം രൂപയുടെ ബാധ്യത കാണിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ വലിയ പ്രതിഷേധം മിക്ക ബ്രാഞ്ചുകളിൽ നടന്നിരുന്നു. ഇന്നിപ്പോൾ പനമരം ശ്രീറാം ഫിനാൻസിന്റെ ഓഫീസിൽ CPMന്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം നടന്നിട്ടുണ്ട്. ഇന്നലെ മാനന്തവാടിയിൽ യുവമോർച്ചയും അതോടൊപ്പം DYFI പ്രവർത്തകരും പ്രതിഷേധം നടത്തി. സുൽത്താൻ ബത്തേരിയിലെ ശ്രീറാം ഫിനാൻസിന്റെ ബ്രാഞ്ചിലും യുവമോർച്ച പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി എത്തി. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ പറയുന്നത്, ശ്രീറാം ഫിനാൻസിന്റെ അധികൃതർ പറയുന്നത്, ഈ ജില്ലയിലുള്ള ചുമതലയുള്ള ശ്രീറാം ഫിനാൻസിന്റെ ജീവനക്കാർക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പരിഹരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു ടെക്നിക്കൽ ഇററാണ്. ഇറർ എത്രയും വേഗം പരിഹരിക്കാം, 7 ദിവസത്തിനുള്ളിൽ ആ സാങ്കേതിക പിഴവ് പരിഹരിച്ചു നൽകാം എന്നൊരു ഉറപ്പ് അവർ നൽകുന്നുണ്ട്. പക്ഷേ മിക്ക ആളുകളുടെയും സിബിൽ സ്കോർ വലിയ തോതിൽ അല്ലെങ്കിൽ വലിയ കുറവ് സിബിൽ സ്കോറിൽ വന്നിട്ടുണ്ട്. ഈ ലോണിന്റെ സാങ്കേതിക തകരാറ് ഒഴിവാക്കിയാൽ തന്നെ സിബിൽ സ്കോർ എങ്ങനെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ഈ ഇടപാടുകാരായ അല്ലെങ്കിൽ തട്ടിപ്പിനിരയായ ആളുകളുടെ ഒരു ആശങ്ക. റോഷ്നി.